ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബേൺസ് ആണ്. ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോമെട്രിക് എക്സാം, LPN എക്സാം, അതുപോലെ തന്നെ NCLEX RN, അതുപോലെ തന്നെ IQN ആൻഡ് OSCE സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇന്നൊരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബേൺസ്. ഓക്കെ, അപ്പോൾ അധികം നമ്മൾ പറഞ്ഞ് ഒത്തിരി ടൈം കളയാതെ തന്നെ നമുക്ക് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് വാട്ട് ഈസ് ബേൺസ് ആൻഡ് വാട്ട് ഓൾ ദ ആക്ഷൻ ആസ് എ നേഴ്സ് ഷുഡ് ടേക്ക് ആൻഡ് വാട്ട് ഓൾ ദ കെയർ ആസ് എ നേഴ്സ് ഷുഡ് ടേക്ക് എന്നെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേൺസ് ഈസ് നത്തിങ് ബട്ട് എ ബേൺ ഈസ് എൻ ഇഞ്ചുറി ടു ദ സ്കിൻ ടു ദ അതർ ഓർഗാനിക് ടിഷ്യൂ പ്രൈമർലി വിച്ച് വിൽ അഫക്റ്റ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ഓർ റേഡിയേഷൻ ഓർ റേഡിയോതെറാപ്പി, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, ഫ്രിക്ഷൻ ആൻഡ് അതർ കെമിക്കൽസ്, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, ഒരു ബേൺ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു ബേൺ ആയിട്ടുള്ള പേഷ്യൻ്റ് നമ്മുടെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ ആസ് എ നേഴ്സ് വാട്ട് ഓൾ ദ ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ആക്ഷൻ യു ഷുഡ് ടേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു കവർ ദ വൂണ്ട് വിത്ത് എ നോൺ അഡ്ഹസീവ് ഡ്രസ്സിങ്. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് വി നീഡ് ടു പ്രിവെൻറ്റ് ദ ഇൻഫെക്ഷൻ. അതുകൊണ്ടാണ് നോൺ അഡ്ഹസീവ് ഡ്രസ്സിങ് കൊണ്ട് കവർ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ആസ് എ നേഴ്സ് വാട്ട് ഈസ് എ ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഓപ്ഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു ബേൺസ് ആയ ഒരു പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ഒരു 40-30% എബോവ് ബേൺ അഫക്റ്റ് ആയ ഒരു പേഷ്യൻറ്റിന് ഇലക്ട്രോലൈറ്റ്സ് ഇംബാലൻസ് ഉണ്ടാകും. അപ്പോൾ ഇലക്ട്രോലൈറ്റ്സ് വാട്ട് ആൾ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇലക്ട്രോലൈറ്റ്സ് ആണ് ഒരു ബേൺസ് പേഷ്യൻ്റെ ബോഡിയിൽ നിന്ന് ലോസ്റ്റ് ആവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം ആൻഡ് പൊട്ടാഷ്യമാണ്. അപ്പോൾ ഇത് റീകറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു നേഴ്സിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ. ഇങ്ങനെ സോഡിയം പൊട്ടാഷ്യവും ഇലക്ട്രോലൈറ്റ്സ് ആയിട്ട് നമ്മൾ സോഡിയം പൊട്ടാഷ്യം റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ സലൈൻ അല്ല, ആസ് പെർ ദ ഡോക്ടേഴ്സ് ഓർഡർ നോർമൽ സലൈനാണ് നമുക്ക് എപ്പോഴും ഇൻഫ്യൂഷനായിട്ട് ചെയ്യേണ്ടത്. അതായത് ഐസോട്ടോണിക് സൊല്യൂഷൻ, ഐസോട്ടോണിക് ഇറിഗേഷൻ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി വാട്ട് ഓൾ ദ എഫക്റ്റ് ഓഫ് ഇലക്ട്രോലൈറ്റ്സ് ഇംബാലൻസ്. ഇങ്ങനെ ഒരു പൊട്ടാഷ്യവും അതുപോലെ തന്നെ സോഡിയവും ഒരു ബേൺ പേഷ്യൻ്റെ ബോഡിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇംബാലൻസ് ആയി കഴിഞ്ഞാൽ വാട്ട് ഓൾ ദ എഫക്ട് ദ പേഷ്യൻസ് വിൽ ഷോസ് മീൻസ് ദ ഫസ്റ്റ് വൺ ഈസ് ദ എക്സസീവ് തേഴ്സ്റ്റ്, അതായത് വളരെയധികം ദാഹം അനുഭവപ്പെടാം. അതുപോലെ തന്നെ ഡാർക്ക് ഇൻ യൂറിൻ ഒരു ഡാർക്ക് കളറാകും. അതുപോലെ ലോ ബ്ലഡ് പ്രഷർ ബിലോ 70 അല്ലെങ്കിൽ ബിലോ 80 ആയിട്ട് കാണപ്പെടും. അതുപോലെ തന്നെ നാലാമത്തെ എന്ന് പറഞ്ഞാൽ മസിൽ സ്റ്റിച്ചിങ് ഉണ്ടാവും. ആറാമത്തെ പറഞ്ഞാൽ ഫറ്റിക്ക്. അതുപോലെ തന്നെ സെവൻത്ത് എന്ന് പറഞ്ഞാൽ ഇറഗുലർ ഹേർട്ട് ബീറ്റ്, ബിക്കോസ് പൊട്ടാഷ്യം സോഡിയം എല്ലാം പോയി കഴിഞ്ഞാൽ അരിത്മിയ വരും. അതുകൊണ്ടാണ് ഇറഗുലർ ഹേർട്ട് റേറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഇതൊക്കെ ഒരു കീ പോയിൻറ്റ്സുകളാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്ത് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ അതുപോലെ തന്നെ ഹോസ്പിറ്റലൊക്കെ നിങ്ങൾ കണ്ടു കാണും, എപ്പോഴും ബേൺസ് പേഷ്യൻറ്റിന് പ്രോട്ടീൻ റിച്ച് ഫുഡാണ് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫാസ്റ്റ് ഹീലിങ്ങിന് പ്രോട്ടീൻ റിച്ച് ഫുഡ് സഹായിക്കും. അതുപോലെ തന്നെ മസിൽ ടിഷ്യൂ ഫോർമേഷൻ, മസിലൊക്കെ കുറവുണ്ടായിട്ട് ഉണ്ടെങ്കിൽ അത് ഫോർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് പ്രോട്ടീൻ റിച്ച് ഫുഡ്. എല്ലാത്തരം പ്രോട്ടീൻ റിച്ച് ഫുഡും ബേൺസ് പേഷ്യൻറ്റിന് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇൻക്രീസ് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ ഈ ഒരു പ്രോട്ടീൻ റിച്ച് ഫുഡ് വളരെയധികം സഹായകരമാണ്. അതുപോലെ തന്നെ ഇൻക്രീസ് എനർജി ലെവൽ, പേഷ്യൻ്റ് ലോ മൂഡ് അല്ലെങ്കിൽ എനർജി ലോസ് ആയിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻ റിച്ച് ഫുഡ് നന്നായിട്ട് എനർജി എന്ത് ചെയ്യും, ഇൻക്രീസ് ആക്കാൻ സഹായിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ നേഴ്സ് കെയർ ഫോർ എ പേഷ്യൻറ്റ് അല്ലെങ്കിൽ ന്യൂലി അഡ്മിറ്റഡ് പേഷ്യൻറ്റ് വിത്ത് എ ഫുൾ തിക്നെസ് ഓഫ് ബേൺസ് ഓവർ 25% ഓഫ് ദ ടോട്ടൽ ബോഡി സർഫേസ് ഏരിയ. എന്നിട്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ നേഴ്സ് ഷുഡ് ടേക്ക് വിച്ച് ഓഫ് ദ ഫോളോവിങ് ആക്ഷൻസ്. അപ്പോൾ നേഴ്സ് ഷുഡ് അവിടെ ഉണ്ട്. ഷുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും എടുക്കേണ്ട ആക്ഷനാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആക്ഷൻസ്. അപ്പോൾ ആക്ഷൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ്റെ വേർഡ് അതൊരു പ്ലൂറലാണ്. അപ്പോൾ നമുക്ക് വിച്ച് ഓഫ് ദ ഫോളോവിങ് ആക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ അതിൽ കൂടുതലോ ആൻസറുകൾ ആ ഒരു ഓപ്ഷനിൽ കറക്റ്റായിട്ട് വരാം. അതാണ് നമുക്കൊരു കീവേഡ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ എന്ന് കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, ഒരു ആൻസർ അല്ല വരുന്നത്, ഒന്നിൽ കൂടുതൽ ആൻസറുകൾ കറക്റ്റായിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഇങ്ങനെയാണ്: കീപ് ദ ക്ലയൻറ്റ് ഓൺ NPO സ്റ്റാറ്റസ്, അതായത് നിൽ പെർ ഓറൽ സ്റ്റേറ്റസിൽ ക്ലയൻറ്റിനെ കീപ്പ് ചെയ്യുക. ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒബ്റ്റെയിൻ ആൻ ECG, അതായത് ഒരു ECG എടുക്കുക. ഓക്കെ, തേർഡ്
ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ ഇൻഫ്യൂസ് വിത്ത് ഹൈപ്പർട്ടോണിക് സലൈൻ, ഹൈപ്പർട്ടോണിക് ആയിട്ടുള്ള സലൈന് ഇൻഫ്യൂസ് ചെയ്യുക. ഓക്കെ, അതാണ് ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറിഗേറ്റ് ദ ബേൺസ് വിത്ത് ക്ലോറക്സിഡിൻ, ക്ലോറക്സിഡിൻ സൊല്യൂഷനുമായിട്ട് ഇറിഗേറ്റ് ചെയ്യുക എന്ത് ബേൺസിൻ്റെ വൂണ്ട്. ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒബ്റ്റെയിൻ ആൻഡ് ABC ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് അനാലിസിസ് എടുക്കുക. ഇങ്ങനെ 5 ഓപ്ഷൻ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കുക. അതായത് അത് ഫോളോവിങ് ആക്ഷൻസ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൻസറുകൾ വരാം. അതുപോലെ തന്നെ സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൻസറുകൾ വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷനും ഡിസ്കസ് ചെയ്യാം, ഏതായിരിക്കും കറക്റ്റ് എന്ന് നോക്കാം അല്ലേ. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ് ദ ക്ലൈൻറ്റ് ഓൺ NPO സ്റ്റേറ്റസ്. അപ്പോൾ എപ്പോഴും ഒരു പേഷ്യൻറ്റിനെ വന്നു കഴിഞ്ഞാൽ ബേൺസ് ആയിട്ട് അഫക്റ്റ് ചെയ്ത് ഹോസ്പിറ്റൽ സിറ്റുവേഷനിൽ കിട്ടിക്കഴിയുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം, നിൽ പെർ ഓറൽ സ്റ്റേറ്റസിലാക്കി വെക്കണം. ബിക്കോസ് എന്താണ്, ഹൈ റിസ്ക് ഓഫ് ചോക്കിങ് അല്ലേ, ചോക്കിങ് ഉണ്ടാവാനുള്ള ഹൈ ചാൻസ് ഉണ്ടാകും. അതുകൊണ്ടാണ് നിൽ പെർ സ്റ്റേറ്റസിലേക്ക് വെക്കണം. അപ്പോൾ ആ ഒരു ഓപ്ഷൻ അബ്സല്യൂട്ട്ലി 100% കറക്റ്റാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒബ്റ്റെയിൻ ആൻ ECG മസ്റ്റായിട്ട് ഒരു പേഷ്യൻറ്റിനെ എടുത്തിരിക്കണം. ബിക്കോസ് ബേൺസ് പേഷ്യൻറ്റിനെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കീവേഡ് തന്നപ്പോൾ പറഞ്ഞു, എന്താണ് പറഞ്ഞത്, പൊട്ടാഷ്യം സോഡിയവും ലോസ് ആവും. പൊട്ടാഷ്യം ലോസ് ആയി കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ഹൈ റിസ്ക് ഓഫ് എന്തായിട്ട് വരും, ഇൻക്രീസ്ഡ് പൊട്ടാഷ്യം അല്ലെങ്കിൽ ഡിക്രീസ്ഡ് പൊട്ടാഷ്യം അല്ലെങ്കിൽ ഹൈപ്പർകലീമിയ ഹൈപ്പോകലീമിയ ആയി കഴിഞ്ഞാൽ ഡിസെരിത്മിയ വരാം. അതുകൊണ്ടാണ് ഒരു ECG എടുത്ത് വെക്കുന്നത് നഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എപ്പോഴും സേഫ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ആൻസറും എന്താണ്, അബ്സല്യൂട്ട്ലി കറക്റ്റ് ആൻസർ ആണ് അല്ലേ. ഓക്കെ, ഇനി തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പയർ ടു ഇൻഫ്യൂസ് ഹൈപ്പർട്ടോണിക് സലൈൻ. ഹൈപ്പർട്ടോണിക് സലൈൻ അല്ല, നമ്മൾ ആ ഓപ്ഷനിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്താണ്, ഐസോട്ടോണിക് ഇറിഗേഷൻ ആണ് കൊടുക്കേണ്ടത്. എന്താണ് ഐസോട്ടോണിക് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ സലൈൻ. അപ്പോഴൊരിക്കലും ഹൈപ്പർട്ടോണിക് സലൈൻ അല്ല കൊടുക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ 100%ഉം എന്താണ്, റോങ് ആണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇറിഗേറ്റ് ദ ബേൺസ് വിത്ത് ക്ലോറക്സിഡിൻ കൊണ്ട് ഒരിക്കൽ പോലും നെവർ നമ്മളത് ഒരിക്കലും എന്ത് ചെയ്യില്ല, വൂണ്ട് ക്ലീൻ ചെയ്യാൻ പാടില്ല. എന്ത് പറ്റും, ക്ലോറക്സിഡിൻ വെച്ച് ഇറിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇറിറ്റേറ്റ് ആവും അല്ലേ. അപ്പോൾ എന്താണ് ബേൺസ് ഉള്ള പേഷ്യൻറ്റിനെ ഡ്രസ്സിങ് ചെയ്യാൻ എപ്പോഴും എന്താണ് ഉപയോഗിക്കുന്നത്, നോർമൽ സലൈനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓപ്ഷനും എന്താണ്, അബ്സല്യൂട്ട്ലി റോങ് ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ഓപ്ഷൻ ഒബ്റ്റെയിൻ ആൻഡ് ABC ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് അനാലിസിസ് ആണ് എടുക്കേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ പ്രസൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ ലെവൽ, കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ, അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ HbA1 എല്ലാം നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ABG ആണ് എടുക്കേണ്ടത്. അപ്പോൾ 3 ഓപ്ഷൻ ഇതിനകത്ത് കറക്റ്റാണ്. ഓപ്ഷൻ A, ഓപ്ഷൻ B ആൻഡ് ലാസ്റ്റ് ഓപ്ഷനായ ഓപ്ഷൻ E. ഓക്കെ, അപ്പോൾ 3 ഓപ്ഷൻ കറക്റ്റാണ്, 2 ഓപ്ഷൻസ് റോങ് ആണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ബേൺസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഈ കീവേഡുകൾ, അതായത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന കീവേഡുകൾ ആലോചിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസറുകൾ ഒരിക്കലും റോങ് ആയിട്ട് വരില്ല. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് NCLEX-RN, പ്രോമെട്രിക്, LPN, അതുപോലെ തന്നെ OSCE, അതുപോലെ IQN എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വെൽ ട്രെയിനേഴ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിലേക്ക് കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ദിസ് ഇസ് സൈനിങ് ഓഫ് എ ബറ്റി ബേബി MSc Nurse. താങ്ക് യു.